കഴിഞ്ഞ 162-ാമത്തെ എപ്പിസോഡിൽ 144-ാമത്തെ മാർപ്പാപ്പ ജോൺ 19-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടമാണ് ചർച്ച ചെയ്തത്. ഇത്തവണ 163-ാമത്തെ എപ്പിസോഡിൽ 145-ാമത്തെ മാർപ്പാപ്പ ബെനഡിക്റ്റ് 9-ാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇനി വരുന്ന 14 വർഷങ്ങൾ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലെ വളരെ ദുഃഖപൂർണമോ അഥവാ പരസ്യമായി അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്ന ഒരു കാലഘട്ടമാണ്. കഴിഞ്ഞ 100 വർഷങ്ങളായി തിയോഫിലാക്ട് കുടുംബവും ടസ്കുളെ കുടുംബവുമായി ഗുസ്തി നടക്കുകയും രണ്ട് അവരുടെ കുടുംബാംഗങ്ങളായ ബിഷപ്പ് മെത്രാൻ പോപ്പുമാരെ വാഴിക്കുകയും ചെയ്തു. അതിൻ്റെ പാരമ്യത്തിലെത്തിയ ഒരു കാലഘട്ടമാണ് 7 മാർപ്പാപ്പമാരെ കണ്ട 16 വർഷങ്ങൾ. അതിൻ്റെ തുടക്കം 1032-ലാണ്. 1032 സെപ്റ്റംബറിൽ മാർപ്പാപ്പയുടെ ഇലക്ഷൻ വന്നു. മാർപ്പാപ്പയുടെ ഇലക്ഷൻ വന്നപ്പം ടസ്കുലെ കുടുംബവും ക്രസൻഷ്യൻസുമായി ഗുസ്തി ഉണ്ടായി. പക്ഷേ ടസ്കുലെ കുടുംബമാണ് മത്സരത്തിൽ ജയിച്ചത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തമായ അഭിപ്രായമില്ലാത്ത ഒരു മാർപ്പാപ്പയെ വാഴിക്കണം. അവർ തീരുമാനിച്ചു 12 വയസ്സുള്ള ഒരു പയ്യനെ പിടിച്ച് മാർപ്പാപ്പയാക്കുക. കപ്പ്യാരല്ല, ഡീക്കനല്ല, അച്ഛനല്ല, മെത്രാനല്ല, കർദിനാളല്ല, ആർച്ച് ബിഷപ്പല്ല, 12 വയസ്സുള്ള ഒരു കുട്ടി. ഇപ്പോഴത്തെ കണക്കിന് പറഞ്ഞാൽ ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പിടിച്ചങ്ങ് മാർപ്പാപ്പയാക്കി. 7-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയല്ലേ, സ്വന്തമായി അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. ടസ്കുളെ കുടുംബം എന്ത് പറയുന്നു അത് നടപ്പാവും. ഇപ്പോഴാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊരു ബൊമ്മയെ പിടിച്ച് വെച്ചാൽ മതിയായിരുന്നു. അന്നതില്ലല്ലോ. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് 9-ാമനെ പിടിച്ച് വെച്ചത്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് തിയോഫിലാക്ട് എന്നായിരുന്നു. പണ്ട് നമ്മൾ തിയോഫിലാക്റ്റും ടസ്കുളെ നമ്മൾ വഴക്ക് പറയുന്ന പോലെയാണ് ക്രസൻഷ്യൻസും ടസ്കുളെ നമ്മൾ വഴക്ക്. ഈ തിയോഫിലാക്റ്റിനെ 12 വയസ്സിൽ മാർപ്പാപ്പയാക്കി. അദ്ദേഹത്തെ മാർപ്പാപ്പയാക്കിയത് ഒന്ന് ടസ്കുലെ കുടുംബത്തിൻ്റെ കൺട്രോളിൽ മാർപ്പാപ്പ നിൽക്കണം, 2 മാർപ്പാപ്പ സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും പറയാൻ പാടില്ല. ഈ മാർപ്പാപ്പയുടെ ഭരണം ആദ്യം ഒരു 12 വർഷം തുടർച്ചയായിട്ട് പോയി, 24 വയസ്സാവുന്നവരെ പോയി. ചരിത്രത്തിൽ ഈ മാർപ്പാപ്പ അറിയപ്പെടുന്നത് ബഫൂൺ എന്നാണ്. ഒരു വേഷം കെട്ടിയൊരു കലോത്സവത്തിന് പോകുന്നൊരു കുട്ടിയുടെ പരുവത്തിന് പോപ്പിൻ്റെ വേഷമൊക്കെ ഇടിപ്പിച്ച് തലയിൽ നമ്മുടെ ഓർത്തഡോക്സ് സഭ ഭാഷ പറഞ്ഞ മസ്നോസാക്കി ഇട്ട് ഒരു കൊച്ചു പയ്യനിങ്ങനെ വരികയാണ് ബഫൂൺ മാർപ്പാപ്പ. അദ്ദേഹം ഈ ലാട്രൻ കൊട്ടാരം വല്ലാത്തൊരു പതനത്തിൽ കൊണ്ടെത്തിച്ചു. അഴിമതി. ടസ്കുലെ കുടുംബം ഓരോന്ന് എഴുതി കൊടുക്കും. അവിടെ ഇന്ന മെത്രാൻ, ഇവിടെ ഇന്ന മെത്രാൻ, ആ അച്ഛനെ അങ്ങോട്ട് മാറണം, ഈ മെത്രാനെ അങ്ങോട്ട് മാറണം. ഇത് മുഴുവൻ ഈ പാവം പയ്യനിരുന്ന് ഒപ്പിട്ട് പുറത്തേക്ക് അയക്കുകയാണ്. പക്ഷേ ഒരു 17 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഒരു യുവാവായി കഴിയുമ്പോൾ സ്ത്രീ വിഷയം തുടങ്ങി. ആ സ്ത്രീ വിഷയത്തിൽ 1-2 സ്ത്രീകളുടെ പേര് പരാമർശിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ട. പക്ഷേ ലാട്രൻ കൊട്ടാരം പരിശുദ്ധന്മാരെ ഒരുപാട് മാർപ്പാപ്പമാരിടുന്നൊരു സ്ഥലമാണ്. അതിനുശേഷം ഒരുപാട് വിശുദ്ധന്മാരവിടെ ഇരുന്നിട്ടുണ്ട്. ആ ലാട്രൻ കൊട്ടാരമാണ് ഈ മാർപ്പാപ്പയുടെ ജീവിതകാലത്ത് വഷളാക്കി മാറ്റിക്കളഞ്ഞു. ആദ്യം അദ്ദേഹം 12 കൊല്ലം ഭരിച്ചു, 1032-1044 വരെ, 12 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ. അത് കഴിഞ്ഞത് 2 തവണ തിരിച്ചു വന്നു. 2 തവണ തിരിച്ചു വന്ന് 3 തവണ മാർപ്പാപ്പയായ മനുഷ്യനാണ്. 3 തവണ. അവസാനം 1048 അദ്ദേഹത്തെ കൊന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് 28 വയസ്സുള്ളപ്പം വധിക്കപ്പെട്ടു. ഈ 3 തവണ മാർപ്പാപ്പയായ ബെനഡിക്റ്റ് 9-ാമൻ്റെ ആദ്യത്തെ വാഴ്ച 1932 തൊട്ട് 1944 വരെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ ഗ്രിഗറിയെ അദ്ദേഹം പ്രീഫെക്റ്റ് ഓഫ് റോം, തലസ്ഥാനമായ റോമിൻ്റെ പ്രീഫെക്റ്റായിട്ടൊക്കെ അപ്പോയിൻ്റ് ചെയ്തു. മാർപ്പാപ്പ അദ്ദേഹം, സഹോദരൻ ഗ്രിഗറി പ്രീഫെക്റ്റ്. അപ്പോഴാണ് ബൊഹീമിയയിലെ രാജാവ് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടുകാരനാണ് ഈദൽബർട്ട്, അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ
ഞങ്ങളുടെ നാട്ടിൽ വേണം. മാർപ്പാപ്പ സപ്പോർട്ട് ചെയ്തു. നല്ല കാര്യമാണ്. അങ്ങനെ ഈദൽ ഭട്ടിൻ്റെ തിരുശേഷിപ്പുകൾ പ്രേഗിലേക്ക് കൊണ്ടുവന്നു. പ്രേഗിലേക്ക് കൊണ്ടുവന്ന് അവിടെ ജനങ്ങളുടെ ആരാധനയ്ക്കായി അല്ലെങ്കിൽ ബഹുമാനത്തിനും വണക്കത്തിനുമായി പ്രതിഷ്ഠിച്ചു. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നൊരു നല്ല കാര്യം. ഈ ടസ്കുളെ കുടുംബത്തിൻ്റെ സർവാധിപത്യത്തിൽ കത്തോലിക്കാ സഭയും മാർപ്പാപ്പയും വീണപ്പോൾ ജനങ്ങൾക്ക് ഇയാളെ ഒന്ന് മാറ്റണം. ജനങ്ങൾ എന്ത് ചെയ്തു? കത്തോലിക്കരെല്ലാം കൂടി ഇവരുടെ ടസ്കുലയുടെ എതിർ ഗ്രൂപ്പാണ് ക്രേഷ്യൻസ്. അവർ ക്രേഷ്യൻസിനോട് പറഞ്ഞു ഇവനെ ഒന്ന് മാറ്റിയേ പറ്റുള്ളൂ. അങ്ങനെ ക്രേഷ്യൻസ് ഒരു സൈന്യമായിട്ട് വന്നു. ചക്രവർത്തി വേറൊരു സ്ഥലത്ത് യുദ്ധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചക്രവർത്തിക്ക് സൈന്യത്തെ അയക്കാൻ പറ്റിയില്ല. ക്രേഷ്യൻസിൻ്റെ സൈന്യം റോമിലേക്ക് അരിച്ച് കയറി. ടസ്കുളക്കാർ പിന്മാറി. മാർപ്പാപ്പയെ അവർ പിടികൂടി. മാർപ്പാപ്പയെ ക്രേഷ്യൻസ് പിടികൂടി. എല്ലാവരും വിചാരിച്ചു കൊല്ലുമെന്ന്. പക്ഷേ ക്രേഷ്യൻസ് കൊന്നില്ല. മാർപ്പാപ്പയെ രഹസ്യമായിട്ടൊക്കെ വിഷം കൊടുത്ത് 2 കുടുംബവും കൊന്നിട്ടുണ്ട്. പക്ഷേ പരസ്യമായിട്ട് വേണ്ട എന്നവർ തീരുമാനിച്ചു. അതുകൊണ്ട് മാർപ്പാപ്പയുടെ സ്ഥലം വിടാൻ പറഞ്ഞു. അങ്ങനെ മാർപ്പാപ്പ 1044 സെപ്റ്റംബർ മാസം അദ്ദേഹം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ഗ്രോട്ടോ ഫീറ്റിയ ഫെട്ടാറ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു ആശ്രമമുണ്ട്, അവിടെ പോയി അഭയം പ്രാപിച്ചു. അങ്ങനെ 12 വർഷം നീണ്ടു നിന്ന 12 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു യുവാവ് മാർപ്പാപ്പയായ അത്ഭുതകരമായ ചരിത്രമാണ്. ഈ മാർപ്പാപ്പ അറിയപ്പെടുന്നത് യങ്ങസ്റ്റ് പോപ്പ് ഇൻ ഹിസ്റ്ററി എന്നാണ്. 2023 വർഷങ്ങളിൽ അതിനേക്കാൾ ചെറുപ്പക്കാരനൊരു പോപ്പ് ഉണ്ടായിട്ടില്ല. വേറൊരു പോപ്പ് ഒരു 16 വയസ്സ് കഴിഞ്ഞൊരു പോപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യങ്ങസ്റ്റ് പോപ്പ് ബെനഡിക്റ്റ് 9-ാമനാണ്. ഈ മാർപ്പാപ്പയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു 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 സംഭവം ഈ ടസ്കുളയും ക്രേഷ്യൻസ് തമ്മിലുള്ള യുദ്ധം. പല മാർപ്പാപ്പമാരെ അൺസീറ്റ് ചെയ്തിട്ടുണ്ട്. പല മാർപ്പാപ്പമാർക്ക് വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട്. ആ തർക്കത്തിൽ ഓപ്പണായി ചെന്ന് പെടുകയും അവസാനം സൈന്യം വന്ന് പിടികൂടി അറസ്റ്റ് ചെയ്ത് എക്സ്പെൽ ചെയ്യുകയും ചെയ്തു. ഈ മാർപ്പാപ്പയുടെ 12 വർഷക്കാലത്തെ ഭരണം വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്ത്യൻ ചരിത്രത്തിൽ കാര്യമായിട്ടൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. എന്നാൽ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അതാണ് 1033 മാസക്കർ ഓഫ് മൊറോക്കോ എന്ന് പറയുന്ന സംഭവം. ഉത്തരാഫ്രിക്ക മുഴുവൻ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത ശേഷം അതിലൊരു ബ്രാഞ്ച് വടക്കോട്ട് ജിബ്രാൾട്ടർ വഴി കയറിപ്പോയി സ്പെയിൻ പിടിച്ചാൽ പോർച്ചുഗലും. എന്നാൽ മറ്റൊരു വിഭാഗം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുട്ടിക്കഴിഞ്ഞപ്പോൾ തെക്കോട്ട് പോയി. അവരാണ് മൊറോക്കോയിലെ പ്രസിദ്ധമായ മുസ്ലിം രാജവംശം സ്ഥാപിച്ചത്. ആ മൊറോക്കോയിൽ മുസ്ലിം രാജവംശം താമസിക്കുമ്പോൾ അന്നത്തെ രാജാവ് പറഞ്ഞു യഹൂദന്മാരെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഒരു മാസക്കർ 6000 യഹൂദന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം. 1033 1044 ഗസ്നാവിഡ്സ് മുഹമ്മദ് ഗസ്നി ഉൾപ്പെടെ കുറേ രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് ആക്രമിച്ച് കയറുകയും കാശ്മീറും പഞ്ചാബും ഒക്കെ പിടിച്ച് വെസ്റ്റേൺ ബോർഡറിൽ കൂടെ ഗുജറാത്തിൽ വന്ന് സോമനാഥം തകർത്ത് അങ്ങനെ 1999 തൊട്ട് 1030 വരെ ഗസ്നാവിയുടെ രാജവംശത്തിന് ഇന്ത്യയിലേക്കുള്ള ആക്രമണമായിരുന്നു. ഈ ആക്രമണം കൊണ്ട് കഴിഞ്ഞപ്പം സെൽജുക് തുർക്കികൾ ഈ മുസ്ലിങ്ങളുടെ ഭൂരിഭാഗം ഏറിയയും പിടിച്ചെടുത്ത് പ്രധാനപ്പെട്ട രാജവംശമായി ഉയർന്നു. ഈ സെൽജുക് തുർക്കികളെ ഗസ്നാവിഡ്സ് ബഹുമാനിച്ചില്ല. സെൽജുക് തുർക്കിയിലെ ചക്രവർത്തി പറഞ്ഞു യുവമാരെ ഒരു പാഠം പഠിപ്പിക്കണം. അതുകൊണ്ട് സെൽജുക് തുർക്കികൾ വലിയ സൈന്യമായിട്ട് വന്ന് ഗസ്നാവിഡ്സിനെ തോപ്പിച്ചിട്ട് ഗസ്നാവിഡ് സുൽത്താനെ സ്ഥാനഭ്രഷ്ടനാക്കി. ഇന്ത്യയിലെ കൊടും ക്രൂരതകൾ ചെയ്ത മുഹമ്മദ് ഗസ്നിയുടെ സന്തതി പരമ്പരയുടെ ഭരണം 1034 അവസാനിച്ചു. അത് ഇൻഡയറക്റ്റായിട്ട് ഒരു 160 വർഷത്തേക്ക് വടക്കേ ഇന്ത്യ മുസ്ലിങ്ങളുടെ കയ്യിൽ പോകാതിരിക്കാൻ തടഞ്ഞ ഒരു സംഭവമാണ്. പിന്നെ 1191 കഴിഞ്ഞ് 1192 തറൈൻ യുദ്ധത്തിന് ശേഷമാണ് മുഹമ്മദ് ഗോറി വന്നിട്ട് ഉത്തരേന്ത്യ പിടിക്കുന്നത്. ആ മുഹമ്മദ് ഗോറി ഗസ്നി ആക്രമിച്ചു.
ലോകമെല്ലാമുള്ള കൊള്ളമുതൽ കൊണ്ട് സൂക്ഷിച്ചിരുന്ന സ്വർണം കൊണ്ട് ഒഴുകിയൊരു സ്ഥലമായിരുന്നു ഗസ്നിയുടെ തലസ്ഥാനം. അവിടെ ഗോറികൾ ആക്രമിക്കുകയും ഗസ്നിയെ നശിപ്പിക്കുകയും മുഴുവൻ സമ്പത്തും കൊള്ളയടിക്കുകയും ചെയ്തുകൊണ്ട് ഒരു 150 വർഷം കഴിഞ്ഞപ്പം അപ്പോൾ മുഹമ്മദ് ഗസ്നിയുടെ വംശപരമ്പര ഡീത്രോൺ ചെയ്യപ്പെട്ടത് ഈ വർഷമാണ്. ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ടായി. 1035 കന്യൂട്ട് രാജാവ് മരിക്കുന്നത്. ഇംഗ്ലീഷ് ചരിത്രത്തിലും സാഹിത്യത്തിലും പലതവണ പരാമർശിക്കപ്പെട്ട ആളാണ് കന്യൂട്ട്. 1035 മരിച്ചു. 1035 വില്യം, ഇലെജിറ്റിമേറ്റ് സൺ ഓഫ് ദ ഡ്യൂക്ക് ഓഫ് നോർമണ്ടി, റൊഹീറ്റ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഇല്ലെജിറ്റിമേറ്റ് സണ്ണാണ്. ശരിയായ പട്ടമേഷലുണ്ടായ കുട്ടിയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനാണെന്നുള്ളത് സമ്മതിക്കണം. അദ്ദേഹം ഡ്യൂക്ക്, നോർമണ്ടിയിലെ ഡ്യൂക്കായി. നോർവേയിൽ സമ്മതിക്കത്തില്ല. ഫ്രാൻസിൻ്റെ ഇംഗ്ലണ്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് നോർമണ്ടി. അവിടുത്തെ ഡ്യൂക്കായി. പിന്നെ ഒരു 120 വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ നോർമണ്ടിയിലെ വില്യം ഇംഗ്ലണ്ട് പിടിച്ചടക്കി. അതാണ് 35 വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വില്യം നോർമണ്ടിയിലെ ഡ്യൂക്കായി. ബെനഡിക്റ്റൈൻ ആബി അന്ന് സ്ഥാപിച്ചു. 1037 ഫെർഡിനാൻഡ് ഓഫ് കാസ്റ്റൈൽ അദ്ദേഹം സ്പെയിനിൻ്റെ വടക്കൻ ഭാഗത്തുള്ള സാരസൻസിനെ പരാജയപ്പെടുത്തി. മുസ്ലിങ്ങൾ ഈജിപ്തിൽ ഫാത്തിമിഡ്സാണ്. എന്നാൽ ഇറാഖിൽ വരുമ്പോൾ അവർ ഉമായിഡ്സോ കാലിഫേറ്റ് അബാസിഡ്സോ ആണ്. പക്ഷേ സ്പെയിനിലെ മുസ്ലിംസിനെ വിളിച്ച പേരാണ് സാരസൻസ്. ആ സാരസൻസിൻ്റെ പ്രസിദ്ധമായ ശൈലിയിൽ കേരളത്തിലൊരു മോസ്ക് പണിഞ്ഞിട്ടുണ്ട്. അതാണ് തലശ്ശേരിയിലെ പ്രസിദ്ധമായ ഒടത്തിൽ മോസ്ക്. സ്പെയിനിൽ വന്ന സാരസൻസ് സ്ഥാപിച്ചാണ്. സാഹിത്യത്തിലും കലയിലുമൊക്കെ സാരസൻസ് ഒരു അത്ഭുതം സ്ഥാപിച്ചു. പക്ഷേ 1000 ആണ്ട് കഴിഞ്ഞോടുകൂടി, ഏതാണ്ട് 300 വർഷം കഴിഞ്ഞപ്പോൾ, 712 അവർ സ്പെയിൻ പിടിക്കുന്നത്. 300 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ഇസ്ലാം അവിടെ ക്ഷയിക്കാൻ തുടങ്ങി. ആ ക്ഷയനത്തിൻ്റെ കാലത്ത് ഫ്രാൻസിൽ നിന്ന് ക്രിസ്ത്യൻ സൈന്യം സ്പെയിനിലോട്ട് തള്ളിക്കയറി. അങ്ങനെ വടക്കൻ സ്പെയിൻ നഷ്ടപ്പെട്ടു, മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവിടെ വന്ന രാജവംശമാണ് കാസ്റ്റീൽ രാജവംശം. കാസ്റ്റീൽ. അപ്പോൾ അരാഗണും കാസ്റ്റീലും 2 രാജവംശങ്ങളാണ്. ഇവർ തമ്മിൽ അത്ര ഐക്യമില്ലായിരുന്നു. അതുകൊണ്ട് മുസ്ലിംസ് ഫ്ലറിഷ് ചെയ്തു. പക്ഷേ ഇവിടുന്നൊരു 380 വർഷം കഴിഞ്ഞപ്പോൾ അരാഗണും കാസ്റ്റീലും ഫെർഡിനാൻഡ് ഇസബെല്ലയും കല്യാണം കഴിച്ചപ്പോൾ ഒന്നായി. അരാഗണും കാസ്റ്റീലും ഒന്നായപ്പോൾ അവർക്ക് സ്പെയിനിൽ നിന്ന് മുഴുവനായി മുസ്ലിങ്ങളെ പുറന്തള്ളാനും സ്പെയിനും പോർച്ചുഗലും ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റി. ഒരുപാട് കൂട്ടക്കൊല ഉണ്ടായെങ്കിലും പറ്റി. അപ്പോൾ ഇതിൻ്റെ തുടക്കമാണ് വടക്കൻ സ്പെയിനിൽ ഫെർഡിനാൻഡ് ഓഫ് കാസ്റ്റീൽ വടക്കൻ സ്പെയിനിൽ സാരസനെ പരാജയപ്പെടുത്തുന്നത്. 1040 സ്കോട്ടുകളുടെ രാജാവായിരുന്നു ഡങ്കൻ. ആ ഡങ്കനെ അദ്ദേഹത്തിൻ്റെ സേനാനായകനായ മാക്ബത്ത് പരാജയപ്പെടുത്തി കൊന്നുകളഞ്ഞു. ഈ ഡങ്കനെ മാക്ബത്ത് കൊല്ലുന്നത് പിന്നെ വില്യം ഷേക്സ്പിയറിന് ഒരു വലിയ ട്രാജഡി ഉണ്ടാക്കാനായി സഹായിച്ച ഒരു ഘടകമാണ്. മാക്ബത്ത് ഡങ്കനെ കൊന്നു. ഇത് ഷേക്സ്പിയർ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാജഡിക്ക് കഥാപാത്രമാക്കി. വളരെ പ്രസിദ്ധമായ കിങ് ലിയർ, ഹാംലെറ്റ്, മാക്ബത്ത് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 4 ട്രാജഡീസ്. അതിൽ ഒന്നാണ് ഈ മാക്ബത്തിൻ്റെ ട്രാജഡി. ഷേക്സ്പിയർ മാക്ബത്തിനെ ഒരു ദുഷ്ടകഥാപാത്രമാക്കി മാറ്റിക്കളഞ്ഞു. ചരിത്രത്തിൽ മാക്ബത്ത് അങ്ങനെ അല്ല. മാക്ബത്ത് തുടർന്ന് കൊല്ലപ്പെടുകയും പുതിയ ഭരണാധികാരികൾ ഭരണത്തിൽ വരികയും ചെയ്തു. പുതിയ ഭരണാധികാരികൾ ഇംഗ്ലണ്ടിലെ രാജവംശവുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് ഷേക്സ്പിയർ ഇവരെ മലൈൻ ചെയ്യാൻ വേണ്ടി മാക്ബത്തിനെ ദുഷ്ടകഥാപാത്രമാക്കി മാറ്റിയതാണ്. ഈ ഒഥല്ലോയിലും കിങ് ലിയറിലും ഹാംലെറ്റിലും ചെയ്യുന്ന അതേ പരിപാടിയാണ് മാക്ബത്തിൻ്റെ കഥയിലും ഷേക്സ്പിയർ ചെയ്യുന്നത്. അത് സാഹിത്യത്തിലെ വേറൊരു സംഭവം. പക്ഷേ ചരിത്രപരമായി ഡങ്കൻ കൊല്ലപ്പെടുകയും മാക്ബത്ത് അവിടുത്തെ
ഭരണത്തിലേറുകയും ചെയ്തു. 1042 എഡ്വേർഡ് ദ കൺഫസർ, ചരിത്രത്തിലെ വളരെ പ്രസിദ്ധനായ രാജാവ്, അദ്ദേഹം ഈതൽറെഡ് ദ അൺറെഡിയുടെ മകനായിരുന്നു. അദ്ദേഹം നേരെ സിംഹാസനാസനസ്ഥനായി. അപ്പോൾ ഈതൽറെഡ് ദ അൺറെഡി അദ്ദേഹത്തിൻ്റെ മകൻ എഡ്വേർഡ് ദ കൺഫസർ ഭരണത്തിൽ വന്നു. AD 1042 ലോകത്തിലെ വലിയ വിപ്ലവം സൃഷ്ടിച്ചൊരു സംഭവം, അതായത് മൂവബിൾ പ്രിൻറ്റിംഗ് പ്രസ് ചൈനക്കാർ കണ്ടുപിടിച്ചു. അതിനു മുമ്പ് ഒരു പലകയ്ക്കകത്ത് എല്ലാം കൊത്തിവെച്ച് മഷി വാരി അങ്ങോട്ട് പുരട്ടി കമത്തി ഒരൊറ്റ അടിയാണ് അടുത്ത സംഭവത്തിലേക്ക്. ഇത് മാറി മൂവ് ചെയ്യാൻ പറ്റുന്ന അച്ചുണ്ടാക്കി. മഹാഭാരതം പോലെ ഒരു പുസ്തകം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 10 ചതുരശ്ര കിലോമീറ്റർ മുഴുവൻ മരവും വെട്ടി പലകയാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്, വനം നശിപ്പിക്കുന്ന ചൈനക്കാർക്ക് മനസ്സിലായി. ചക്രവർത്തി പറഞ്ഞു, ഇങ്ങനെ അല്ലാതെ മൂവ് ചെയ്യുന്ന, ചക്രം കൊണ്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ വനം നശിപ്പിക്കാതിരിക്കാൻ പറ്റും. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൊണ്ട് തുടങ്ങി. അവസാനം 1042 മൂവബിൾ ടൈപ്പ് പ്രിൻറ്റിംഗ് പ്രസ് പി ചങ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ചക്രവർത്തിയുടെ കാലത്ത് നടപ്പിലായി. 1042 നടപ്പായ ആ മൂവബിൾ പ്രിൻറ്റിംഗ് പ്രസ്സാണ് അവിടുന്ന് ഒരു 400 വർഷം കഴിഞ്ഞപ്പോഴേക്കും ജർമ്മനിയിലെ ഗുട്ടൻബർഗ് പ്രിൻറ്റിംഗ് പ്രസ്സായി മാറ്റിയത്. വേദപുസ്തകം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ആ പ്രസ് കണ്ടുപിടിച്ചു. പിന്നെ ലോക ചരിത്രം മുഴുവൻ ആ പ്രസ് മാറ്റിമറിച്ചു. അപ്പോൾ ഈ മൂവബിൾ പ്രിൻറ്റിംഗ് പ്രസ് 1042 ചൈനയിൽ ഉണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ പ്രസിദ്ധരായ പാത്രിയാർക്കീസുമാർ, കോപ്റ്റിക് പാത്രികേസ് പ്രസിദ്ധനായ പോപ്പ് ഷെനൂദ II 1032 മുതൽ 1046 വരെ. അന്ത്യോക്യയിൽ മറ്റൊരു പ്രഗത്ഭനായ പാത്രികേസ് ഡയോനീഷ്യസ് IV യാഹ്യോ 1031 മുതൽ 1042 വരെ. പിന്നെ ജോൺ IX ബാർ അബ്ദും 1048 തൊട്ട് 1048 വരെ. ജെറുസലേമിൽ സിമിയോൺ III 1028 മുതൽ 1034 വരെ. തിയഡോഷ്യസ് VI 1034 മുതൽ 1054 വരെ. കോൺസ്റ്റാന്റിനോപ്പിളിൽ അലക്സിയസ് I കൊമേനിയസ് 1025 മുതൽ 1043 വരെ. മൈക്കേൽ I സെറുലേറിയസ് 1043 മുതൽ 1059 വരെ. ഈ സെറുലേറിയസിൻ്റെ എലക്ഷൻ ചരിത്രം മാറ്റിമറിച്ച ഒരു എലക്ഷനാണ്. ക്രൈസ്തവ സഭയെ നെടുക പിളർന്ന ദ ഗ്രേറ്റ് സ്പ്ലിറ്റ് എന്ന് വിളിക്കപ്പെടുന്ന 1054 ക്രൈസ്തവ സഭയും റഷ്യയും യുക്രൈനും ടർക്കിയും അടങ്ങുന്ന ഭൂഭാഗങ്ങളെ കംപ്ലീറ്റ് കത്തോലിക്കാ സഭയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയ 1054 വിഭജനം ഉണ്ടാക്കിയ ആളാണ് സെറുലേറിയസ്. 1046 സെറുലേറിയസ് മൈക്കേൽ I സെറുലേറിയസ് പാത്രികീസായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1043 തൊട്ട് 1059 വരെ 16 വർഷം അയാൾ പാത്രികീസായിരുന്നു. പക്ഷേ 16 വർഷം കൊണ്ട് അദ്ദേഹം സഭയെ തകർത്ത് തരിപ്പണമാക്കി, സഭയെ 2 കഷ്ണമാക്കി മാറ്റി. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് കൂടാതെ ഒരു ഓർത്തഡോക്സ് ചർച്ച് രൂപാന്തരം പ്രാപിച്ചു. റഷ്യയും യുക്രൈനും തുർക്കിയൊക്കെ അതിൽ പെട്ടു. അവസാനം 5 പാത്രികീസന്മാരിലാണ് സഭ നിക്കാ സുനോദോസിൽ തുടങ്ങി വെച്ചത്. 4 ഭാഗങ്ങളിൽ ഭരിക്കുന്ന പിതാക്കന്മാരെന്ന് പറയുന്ന അന്ത്യോക്യ, കോൺസ്റ്റാന്റിനോപ്പിൾ, റോം, അലക്സാണ്ട്രിയ ആൻഡ് ജെറുസലേം. ഇതാണ് 5 പേര്. ജെറുസലേം സ്ഥാനീയ പാത്രികീസായിരുന്നു. അതിൽ 3 പേര് ഓർത്തഡോക്സ് പൊളിറ്റി പോയിരുന്നു നേരത്തെ. അലക്സാണ്ട്രിയയും ജെറുസലേമും അന്ത്യോക്കും നേരത്തെ ഓർത്തഡോക്സ് പോയിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളും റോമുമാണ് ബാക്കിയുണ്ടായിരുന്നു. ആ കോൺസ്റ്റാന്റിനോപ്പിളൂടെ പോയി 1054. ചുരുക്കം പറഞ്ഞാൽ 5 പാത്രികീസ്മാരിൽ കത്തോലിക്കാ സഭയുടെ കൂടെ റോമിലെ പാത്രികീസ് മാത്രമായി. ആ എലക്ഷൻ സെറുലേറിയസ് നടന്ന ഈ സമയത്താണ്. അലക്സാണ്ട്രിയയിൽ ജോർജ് II 1021 മുതൽ 1051 വരെ. അങ്ങനെ വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടം ഉണ്ടായി. ഈ മാർപ്പാപ്പയുടെ കാലത്തെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി ചർച്ച ചെയ്യാം.